തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാണ്. പൗലോസ് പറയുന്നത് നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തരായി. നമ്മളൊന്ന് ആലോചിച്ചേ, എനിക്കിപ്പോ 40 വയസ്സായി, ഞാൻ എത്ര പ്രാവശ്യം തെറ്റിപ്പോയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയില്ല, ഞാൻ തെറ്റിപ്പോയി എനിക്ക് മാത്രം അറിയാം, ദൈവത്തിന് അറിയാം. ശ്യാമ തെറ്റിപ്പോയിട്ടില്ലേ? നമ്മളെല്ലാം തെറ്റിപ്പോയിട്ടുണ്ട്. പലതിലും പല രീതിയിലാണ് തെറ്റിക്കാറ്. പക്ഷെ അത് നമ്മൾ തള്ളിക്കളയല്ലോ. ആ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് നമുക്ക് ചെറിയ കുറ്റബോധം തോന്നും. കണ്ട, ദൈവം നാം പലപ്പോഴും പല സമയത്ത് പോലും നമ്മൾ തെറ്റിപ്പോയിട്ടില്ല. ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചില്ലേ? പല കാര്യത്തിലും നമ്മൾ പല തീരുമാനം എടുക്കുന്നു. എല്ലാ വർഷത്തിന്റെ അവസാനം 31 നമ്മൾ പല തീരുമാനം എടുക്കുന്നുണ്ട്. ഞാനായാലും എടുത്തിട്ടുണ്ട്, കർത്താവ് അടുത്ത വർഷം എനിക്ക് ബൈബിൾ മൊത്തം വായിച്ചിരുന്നു എല്ലാ വർഷവും ഞാൻ തീരുമാനമുള്ളൂ. പക്ഷെ ഇന്ന് വരെ എനിക്കത് വായിച്ചിട്ട് തീർക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ദൈവത്തിനോട് അവിശ്വസനല്ലേ കാണിച്ചത് ശരിക്കും പറഞ്ഞ. അതിന് ഞാൻ ഈ വർഷം ഞാൻ ലേവ്യ പുസ്തകം വരെ എത്തി. ലൂക്കോസും കഴിഞ്ഞ് ലൂക്കോസും പകുതിയിലെത്തി. പക്ഷെ ഇന്ന് വരെ ബാക്കിയുണ്ട് വായിക്കാൻ പറ്റില്ല. പിന്നെ അവിടെ ഇവിടെ ഇട്ട് വായിക്കും. പിന്നെ ജോലിയുടെ ഭാഗം, പിന്നെ പറഞ്ഞ വീടിന്റെ പണിയായിരുന്നു. നമ്മള് ദൈവത്തോട് ഞാൻ എന്റെ വീടിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചില്ല. പക്ഷെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഇവിടുത്തെ ചർച്ചും എന്നെ അറിയുന്ന കുറെ പേരുണ്ട്. മറ്റൊരു ചർച്ച് കുറെ ദേവാസന്മാരുണ്ട്, ആന്റിമാരൊക്കെ ഉണ്ട് ദൈവത്തോടുള്ള. അവര് ആണ് എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. ഞാൻ എന്റെ പ്രാർത്ഥന എനിക്ക് കുറവാ. അവരോട് ചോദിച്ചറിയാം. പ്രാർത്ഥിക്കും ഇടയ്ക്കൊക്കെ, നമുക്ക് പെട്ടെന്ന് വരുമ്പോ ഞാൻ പ്രാർത്ഥിക്കും. അന്ന് ഞാനിപ്പോ വീടിന്റെ പണി ടൈലിന്റെ എല്ലാം കഴിഞ്ഞു. അന്ന് ഞാനിപ്പോ 2-3 ദിവസമായി സത്യം പറഞ്ഞ് ഞാൻ എന്റെ വീടിന്റെ അകത്തേറിയെന്ന് നോക്കും, പ്രാർത്ഥിക്കും. അപ്പൊ ഞാൻ എന്റെ വീടിനോട് കാണിക്കുന്ന വിശ്വസ്ത എന്തോരുണ്ടെന്ന് നിങ്ങൾക്ക് പോലെ പറഞ്ഞില്ലേ? വിശ്വസനുള്ള ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഭവനത്തിൽ ചെല്ലും, ചുറ്റും നടന്നു പ്രാർത്ഥിക്കും. ഇതുപോലെ തന്നെ നമ്മൾ ദൈവത്തോട് നമ്മുടെ ആവശ്യം വരുമ്പോൾ നമ്മൾ ദൈവത്തോട് വളരെ വിശ്വസ്തരാണ്. നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥന കുറയ്ക്കും. അങ്ങനെ എത്ര പേർക്ക് കുറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥന? അത് പ്രാർത്ഥന കൂടിയിട്ടുണ്ട് വരയ്ക്കെങ്കിലും വേഗം ഒന്ന് വായിക്കാം. നമുക്ക് അവസാനമായിട്ട് ഒരു വാക്യം വായിക്കാം. നമ്മള് മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 25-ാം അധ്യായം അതിന്റെ 14 തുടങ്ങി 30 വരെയുള്ള വാക്യങ്ങൾ. ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോകുമ്പോൾ വിളിച്ചു, തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തരും അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്തു. യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്തു, വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. ഒന്നും ലഭിച്ചവനോ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാന്റെ ദ്രവ്യം മറച്ചു വെച്ചു. മതി. നമ്മൾ ഒരുപാട് നിങ്ങൾക്ക് ആ ഉപമ അറിയാം. ഇതാണ് ഏറ്റവും അവസാനം നമ്മൾ മരിച്ച് കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. അതായത് 5 നേടിയവൻ 5 കിട്ടി, 2 നേടി 2 നേടി, 1 കിട്ടിയും കുഴിച്ചിട്ടു. 5 കിട്ടിയതിനടുത്ത് അതിന് യജമാനൻ, നല്ലൊരു വിശ്വസന ദാസനെ, നീ അല്പത്തിൽ വിശ്വസനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരണാക്കും. ഇതിന്റെ 2 നേടിയ ഈ വാക്യത്തിൽ ഈ പറഞ്ഞ നല്ല വിശ്വസൻ, നല്ലവനും വിശ്വസന ദാസനെ, ആ വിളി കേൾക്കാനാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്നത് ഈ കർത്താവിന്റെ സന്നിധിയില്. ഈ വിളി കേൾക്കാൻ നമ്മള് യോഗ്യന്മാരാണെന്ന് നമ്മള് ചിന്തിക്കണം. ഇന്ന് നമുക്ക് കിട്ടിയ താലന്തുകൾ നമ്മള് വ്യാപാരം ചെയ്യുന്നുണ്ടോ? 5 കിട്ടിയ നമ്മൾ വേറെ 5 നേടിയിട്ടുണ്ടോ? 2 കിട്ടിയ നമ്മൾ വേറെ 2 നേടിയിട്ടുണ്ടോ? അത് 1 കിട്ടിയ അവസ്ഥയാണ് നമ്മൾ ഇരിക്കണേ. ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും അവസാനം നമ്മൾ ഈ കുറച്ച് കൂട്ടെങ്കിലും നല്ല ആളുകളുടെ കൂട്ടത്തിൽ കൂടാൻ, നല്ലവരും വിശ്വസന ദാസനെ, അല്പത്തിൽ ചെറിയ കാര്യത്തിൽ നമ്മൾ വിശ്വസനായിരിക്കും. നമ്മൾ ലോകമക്കള് നമ്മളെടുത്ത് നോക്കുമ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെയായാലും ചിലർ ഭയങ്കര വിശ്വസ്തയാണ്. ഒന്നാലും അവന്റെ യജമാനെ തള്ളി പറയില്ല. ഞാനും വർക്ക് ചെയ്യുന്നത്, ഞാൻ എന്റെ വർക്ക് ഞാൻ പറയുന്നത്, ഞാൻ ഒരുപാട് കള്ളം പറയണ്ട. ചേട്ടാ എവിടെയാന്ന് നോക്കുമ്പോ അതെ ഞാൻ ഇവിടെ ഉണ്ട്, ഇപ്പൊ തന്നെ വരാൻ പറയും. ഇപ്പൊ തന്നെ എത്തില്ലാന്ന് എനിക്കറിയാം, എന്നാലും നമ്മൾ പറയും ഇപ്പൊ തന്നെ വരാന്ന് പറയും. പക്ഷെ അത് നമ്മൾ അവരോട് കാണിക്കുന്ന അവിശ്വസ്തയാണ്. എന്നാൽ ചിലരോട് പറയും ചേട്ടാ എനിക്കിപ്പോ ഇന്ന് വരാൻ പറ്റില്ല, അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിയും, 3 മണിക്കൂർ
ചോദിക്കും. അപ്പൊ ഒരു സമയം ചോദിക്കും, എപ്പോൾ വരാൻ പറ്റും. അപ്പൊ ഞാൻ 2 മണിക്ക് കയറ്റി പറയാം എത്താന്ന് പറയും. പക്ഷെ നമ്മൾ ഇവിടുത്തെ വർക്ക് തീരില്ല, ചിലപ്പോൾ തീരും. അപ്പൊ തീർന്നില്ലെങ്കിൽ ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാന്നാണ്. അപ്പൊ എത്തില്ലെങ്കിൽ ഞാൻ എന്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവരോടൊരു വിശ്വാസം, എനിക്ക് എന്താ ഞാൻ ചെയ്യേണ്ടത്, ചേട്ടാ ഞാൻ വിളിക്കും, ചേട്ടാ എനിക്ക് എത്തില്ല വർക്കില്ല, ഓക്കെ. ഇത് ഞാൻ വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ ഞാൻ അവിടെ ചെല്ലും. ചെന്ന് കഴിയുമ്പോ നീ എപ്പോഴും വരാൻ പറഞ്ഞത് എത്ര നേരെ എന്നെ ഒരുപാട് ചിത്രം. അപ്പൊ ഞാൻ ചിലപ്പോൾ അവരോട് ചിലത് ഞാൻ പറഞ്ഞ 2 മണിക്കൂർ കഴിയുമ്പോൾ വരാറ്. അപ്പൊ അടിയൊന്നില്ല, നമുക്ക് ഓട്ടോമാറ്റിക് നമ്മൾ മൈൻഡ് മാറും. ചിലപ്പോൾ നമ്മൾ ടെൻഷൻ പിടിച്ചിട്ടൊക്കെ വർക്ക് ചെയ്യണേ, പക്ഷെ എന്നാലും ആ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ വിശ്വസത ചെയ്ത, പക്ഷെ നമുക്ക് ദൈവം തന്നെ വലിയ കാര്യമാണ്. പക്ഷെ അത് വേണ്ടെന്ന് നമ്മൾ പറയണം. ഈ ചെറിയ കാര്യത്തിൽ നമ്മൾ വിശ്വസത നമ്മൾ കാണിക്കില്ല. അങ്ങനെ ഏത് കൂട്ടത്തിനായാലും, സഭയിലായാലും, ദൈവത്തോടായാലും, കുടുംബത്തോടായാലും, മക്കളോടായാലും, ഭാര്യയോടായാലും, ഭർത്താവിനോടായാലും, അമ്മപ്പന്മാരോടായാലും, എല്ലാവരോടും നമ്മൾ വിശ്വസത ചെയ്യണം. അങ്ങനെ വിശ്വസത ചെയ്ത ആൾക്കാർക്കാണ് കർത്താവ് പറയണ നല്ലവരും വിശ്വസനമായ ദാസനെ. അല്ലെങ്കിൽ നമ്മൾ ഈ ഇതിൽ തന്നെ മുമ്പ് വായിക്ക തൊട്ട് മുമ്പ് ബുദ്ധിയില്ലാത്തവരും ബുദ്ധിയുള്ളവരും പറയുന്നത്. അവര് 5 പേര് മണിയറയിൽ പ്രവേശിച്ചു, ബാക്കി 5 പേര് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ ഇരുന്നോളൂ, മണിയറയിൽ കയറാൻ പറ്റില്ല. ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്നത് ഭക്ഷണം കഴിക്കാനല്ല, കർത്താവിനോട് കൂടെ മണിയറയില് ആ കർത്താവിനെ ആനന്ദിക്കാനാണ്. ആ ഒരു ബോധ്യത്തോടെ നമ്മൾ ഇരിക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കല്യാണശാലയിൽ ഇവിടെ തന്നെ കിടക്കുക. അങ്ങനെ പറയണ്ടല്ലേ, കല്യാണ സദ്യക്ക് ചെല്ലാൻ പറ്റും, ഇത്തിരി കഴിക്കാൻ പറ്റും, ഇത്തിരി കുടിക്കാനും കുടിച്ച് നമ്മളങ്ങനെ പോകും. പക്ഷെ മണവാട്ടിയാണെങ്കിൽ, ബുദ്ധിയുള്ള മണവാട്ടിയാണെങ്കിൽ എന്ത് ചെയ്യും, അവര് മണവാളോട് കൂടെ മണിയറയിൽ പ്രവേശിക്കും. ഈ പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളോട് ഇത്ര നേരം ദൈവത്തിന് വചനം പറയാൻ തക്കണം, ദൈവനെ ബലപ്പെടുത്താനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കൂടുതലായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു വന്നോന്ന്, ഞാൻ പറഞ്ഞു കുറെ നാളായി ചേട്ടൻ പറഞ്ഞു എന്നൊക്കെ കൂടുതൽ നിനക്ക് വേണ്ടി പ്രാർത്ഥന. അവൻ ദേഷ്യപ്പെട്ടിട്ട് എന്നൊക്കെ കൂടുതൽ നിനക്ക് വേണ്ടി പ്രാർത്ഥന, നിന്റെ ഭവനത്തിന് വേണ്ടി ഒരു പ്രാർത്ഥിക്കുന്നത്. നിനക്കിത് ഇത്രയും പാടില്ലാതെ എത്ത് പാടില്ലാതെ വരാൻ ചേട്ടാ, നമ്മളെ വരാം. ഞാൻ ഓരോ കാര്യങ്ങൾക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട്, ഞാൻ വരാൻ പറയാം. ചേട്ടൻ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ന് എന്തായാലും വരണം, ഞാൻ വരാം. നീ പറയും, ഞാൻ പറയുന്നെന്ന് വെച്ചു. നീ പറഞ്ഞാൽ കുഴപ്പമില്ല, അറിയുന്നത് പറഞ്ഞാൽ പറഞ്ഞു. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് ഞങ്ങൾക്ക് കുടുംബമായിട്ട് പ്രത്യേക ഇന്ന് ചേട്ടൻ പാസ്റ്റായിട്ട് സഭാചാര്യാണ്. ആ കുടുംബമായിട്ട് ഞങ്ങൾക്ക് എല്ലാവരും കുടുംബമായിട്ട് ദൈവത്തെ ആരാധിക്കും. ദൈവം ഞങ്ങളെ സഹായിച്ചു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ചേട്ടൻ ഓരോ കാര്യങ്ങളും ഒന്നും പറയാറുണ്ട്. കാണുന്ന സഭയെ കുറിച്ച് ഇങ്ങനെ ഓരോരുത്തരെ പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടിയ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളോട് ഇനി പറയാനുള്ളത്, ചേട്ടൻ എത്രമാത്രം വിശ്വാസത്തോടെ കാണിക്കുമ്പോൾ തിരിച്ചും ദേവദാസനോട് നിങ്ങളും വിശ്വാസത്തോടെ കാണിക്കണം. അത് എന്റെ ചേട്ടനായിട്ട് പറയല്ല, സഭയിൽ വരുമ്പോ നമ്മള് അപ്പനില്ല അമ്മയില്ല മക്കള് ആരും ഇല്ല കേട്ടോ, ദൈവമക്കളാണ്. അവിടെ നമുക്ക് ബന്ധങ്ങളില്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മളവിടെ ഭാര്യ ഭർത്താക്കന്മാരൊന്നുമല്ല, എല്ലാം ദൈവത്തിന്റെ കുഞ്ഞാടുകളാണ്, മക്കളാണ്. അപ്പൊ നമ്മൾ സഭയിൽ വരുമ്പോ പാസ്റ്റർ നിങ്ങള്, എനിക്ക് അറിയാം എന്തോ ഒരു വേദന അനുഭവിച്ചിട്ടാണ് പലയിടത്തും നിന്ന് വന്നതെന്നറിയാം. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം, നിങ്ങൾ കൊടുക്കുന്ന ആ കരുണ നമുക്കറിയാൻ പറ്റും. ചേട്ടന്റെ പ്രവർത്തിക്കുന്നതും ചേട്ടന്റെ സംസാരത്തിനും അറിയാം. എനിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് അവര് മറ്റൊരു സഭ ചെയ്യുന്നൊക്കെ കൂടുതലായിട്ട് നിങ്ങൾ എന്റെ ചേട്ടനടുത്ത് ചെയ്യുന്നത്, അത് കൂടുതൽ ഇനി ചെയ്യണം. കൂടുതലായിട്ട് ദൈവത്തോട് അടുത്തിരിപ്പാൻ, ദൈവത്തോട് വിശ്വാസം ആചരിപ്പാനും വിശ്വാസം നിൽപ്പാനും തക്കോളം അവരെയും കുടുംബമായ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്റെയും കുടുംബത്തോട് പ്രാർത്ഥിക്കുക. വീടിന്റെ പണി ഏകദേശം ടൈലിന്റെ പണി എല്ലാം കഴിഞ്ഞു. സാനിറ്ററി ഐറ്റംസ് ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി എന്റെ കയ്യിൽ 7500 300 രൂപ ക്യാഷ് ആയിട്ടുള്ളൂ. പക്ഷെ ദൈവം നടത്തും. ഞാൻ എന്റെ അടുത്ത് ഒരു ആദ്യം പ്രാർത്ഥിക്കും പോലെ, നീ ചിട്ടിയിലല്ല പ്രതീക്ഷ വെക്കുന്നത്, നിന്റെ പ്രതീക്ഷ എല്ലാവരും പറഞ്ഞ് ചിട്ടിയിട്ടാണ്. പക്ഷെ ഞാനിപ്പോ പയ്യെ മടിച്ചു തുടങ്ങി. നമ്മള് ചിട്ടിയിലല്ല, എനിക്ക് 12 ലക്ഷം പറയാം, 12 ലക്ഷം രൂപ ചിട്ടിയാണ്. ചിട്ടിയിലല്ല നമ്മൾ പ്രതീക്ഷ വെക്കുന്നത്.
നമ്മളെ പ്രതീക്ഷ കർത്താവ് യേശുവിലാണ്. ആ പ്രതീക്ഷ വയ്ക്കുമ്പോ എന്റെ അടുത്ത് ചിലപ്പോ ആരോട് ചിലപ്പോ നിങ്ങക്ക് ചിട്ടി കിട്ടാണ്ടായിരിക്കും നിന്റെ പരിപാടി തീരുന്നത്. നിനക്ക് അങ്ങനെ വിശ്വസിച്ചൂടെ പ്രാർത്ഥിച്ചുകൂടെ വയ്ക്കും. അപ്പൊ അവര് നമുക്ക് തന്നെ ഒരു ബലം ഉണ്ടല്ലോ, ആ ഒരു ബലം ഇന്നുവരെ നിലനിർത്തി തുടർന്ന് എന്നോട് പ്രാർത്ഥിക്കണം. എന്റെ അവസ്ഥകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എനിക്ക് ചെറിയ ഈ തെറ്റുകളൊക്കെ ഉണ്ടാവും, ടെൻഷനുണ്ട് ഇപ്പോഴും. പാസ്പോർട്ടിലൊക്കെ കാലൊക്കെ ബലം വേറെ ഉണ്ട്. ഞാൻ അദ്ദേഹത്തിന് ശരീരം താങ്ങിയിരിക്കും. എന്നെ കൈ വിടുകില്ല.